ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. ഇത് എപ്പിസോഡ് 24ആണ്. അപ്പോൾ പോക്കിമോൻ എപ്പിസോഡ്സ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം ഞാൻ കഴിഞ്ഞ പോക്കിമോൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു. അത് ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. എന്നാലും നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ആശങ്ങനെ തയ്യാറായി കഴിഞ്ഞു സെബ്രീനയെ വീണ്ടും നേരിടാൻ വേണ്ടി. ഇത് ആശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോക്കിമോൻ ഷോ ഡൗൺ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് എപ്പിസോഡ് 24 തുടങ്ങുന്നത്. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ തന്നെ വിജയിക്കും. എന്താ ബ്രോ, അങ്ങനെയല്ലേ സംഭവിക്കുക? നീ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ഒക്കെ കണ്ടിട്ട് ആകെ പേടിച്ചതുപോലെയുണ്ട്. അത് ഹോണ്ടർ ഉണ്ടായത് കൊണ്ടാണ്. എന്തിനാ നീ ക്യൂട്ടായ ഇതിനെ കണ്ട് പേടിക്കുന്നത്? ഹോണ്ടറാണ് ഈ മിസ്റ്റിയെ അനങ്ങാൻ പറ്റാത്തതുപോലെ ആക്കും. അപ്പോൾ ആശ് ഹോണ്ടറിനെ ചീത്ത പറയും. അപ്പോൾ ഹോണ്ടറിന് സങ്കടമാവും. അപ്പോഴാണ് ആശ പറയുക, നമുക്ക് ഇന്ന് ഒരു ഡീല് വെക്കാം. ഇതാ കാണുന്ന സാഫ്രോൺ സിറ്റിയിൽ ഒരു ട്രെയിനറുണ്ട്, സെബ്രീനയുടെ കയ്യിലാണ് സൈക്കിക് പോക്കിമോൻ ഉണ്ട്. സൈക്കിക് പോക്കിമോനെ തോൽപ്പിക്കണമെങ്കിൽ ഗോസ്റ്റ് പോക്കിമോൻ കഴിയും അല്ലേ? അവളെ തോൽപ്പിക്കാൻ നീ എന്നെ സഹായിക്കൂലേ? ഹോണ്ടറാണ് സഹായിക്കാമെന്ന് പറയും. അങ്ങനെയാണ് എപ്പിസോഡ് 24 പേര് എഴുതി കാണിക്കുന്നത്. ഹോണ്ടർ വേഴ്സസ് കഡാബ്ര. സെബ്രീന, ഞാൻ വീണ്ടും നിന്നോട് ഒരു പ്രാവശ്യം കൂടി പോക്കിമോൻ ബാറ്റിൽ വന്നതാണ്. അങ്ങനെ ബാറ്റിൽ ആരംഭിക്കും. സെബ്രീന ആണെങ്കിൽ കഡാബ്രനെ ഇറക്കും. പക്ഷേ ഹോണ്ടറിനെ ഇറക്കും. പക്ഷെ ഹോണ്ടറിനെ അവിടെ ഒന്നും കാണാനുണ്ടാവില്ല. നോക്ക്, ആ ഗോസ്റ്റ് പോക്കിമോൻ എന്താ മാഞ്ഞു പോയോ? നീ അതിനെ നോക്കണ്ട, നിങ്ങൾ വേറെ പോക്കിമോൻ ഇറക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഡോൾ വേൾഡിലേക്ക് പോകേണ്ടി വരും. ഹോണ്ടറിന് പകരം വേറെ പോക്കിമോനെ ഇറക്ക്. ആഷിന്റെ 4 പോക്കിമോൻസിനും കഡാബറിനോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. എന്താ, റെഡിയായോ? ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. ബാറ്റിൽ ഇപ്പൊ തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇല്ല. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഓടും ആശ്. ബാക്കില് പോക്കിമോൻസും അതുപോലെ മിസ്റ്റിയും ബ്രോക്കും ഉണ്ടാകും. അവർക്ക് പുറത്തോട്ട് പോകേണ്ടി പോയി പൂട്ടും. മിസ്റ്റിയും ബ്രോക്കും ബാക്കിലായുണ്ട്. അവരെ പിടിച്ച് പാവകളാക്കും. നിങ്ങളെല്ലാവരെയും ഇപ്പോൾ തന്നെ പാവകളാക്കി മാറ്റും. ഇപ്പോഴായിരിക്കും 22ാമത്തെ എപ്പിസോഡ് കണ്ട് അദ്ദേഹം ഇവരെ ഇവിടുന്ന് രക്ഷിക്കും. പക്ഷെ മിസ്റ്റിയും ബ്രോക്കിനെയും എടുത്തിട്ടുണ്ടാവില്ല. സെബ്രീന ഞാൻ വിചാരിച്ചതുപോലൊന്നുമല്ല. സെബ്രീന എപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സെബ്രീനെ ചെറുപ്പം മുതൽ കാണുന്നുണ്ടെന്നാണോ? സെബ്രീന ചെറിയ കുട്ടിയായപ്പോൾ തന്നെ സൈക്കിക്കിന്റെ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിരുന്നു. നന്നായി തന്നെ ആരംഭിച്ചിരുന്നു. അവൾ അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തുനിന്നൊക്കെ അകലം പാലിച്ച് അവളുടെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവളുടെ ശക്തി കൂടി വന്നു. അങ്ങനെ അവളുടെ ഫാമിലിയുടെ അടുത്തുനിന്ന് അവൾ വിട്ടുനിന്നു. പിന്നീട് സെബ്രീന രണ്ടായി മാറി. ഒന്ന് ഈ പവർഫുൾ ട്രെയിനറും മറ്റേത് ഈ ഡോളും. സെബ്രീനയുടെ ഒരു ടോയ് വീട്ടിൽ ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കയ്യിലും. അപ്പോൾ ഇവന് സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമോ? ഞാൻ സബ്രീനയുടെ അച്ഛനാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളാണ് സബ്രീനയുടെ ഫോട്ടോഗ്രാഫർ. സെബ്രീനയാണെങ്കിൽ ബ്രോക്കിനെയും മിസ്റ്റിയും പാവയാക്കി വെച്ചേക്കുകയാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സെബ്രീനെ തോൽപ്പിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. എന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ. അതിനുള്ളായിരുന്നു നിങ്ങൾ ലാവൻഡർ ടൗണിലേക്ക് പോയിരുന്നത്. ഗോസ്റ്റ് പോക്കിമോനെ കിട്ടിയോ? പക്ഷെ ഹോണ്ടർ എവിടേക്കോ മാഞ്ഞു പോയി. എന്നാൽ ഫസ്റ്റ് ഹോണ്ടറിനെ കണ്ടുപിടിക്ക്. ഹോണ്ടർ ഇല്ലാതെ പോയാൽ ഒരിക്കലും സെബ്രീനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നീട് ആശും പീക്കാച്ചും ഹോണ്ടറിനെ തപ്പിയിറങ്ങി. അവർ ടീം റോക്കറ്റ് ആണെങ്കിൽ പീക്കാച്ചിനെ പിടിക്കാൻ നിൽക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങോട്ട് ഹോണ്ടർ വരും. ഹോണ്ടർ ആണെങ്കിൽ അവരെ ചിരിപ്പിച്ചത് കൊണ്ട് തന്നെ അവരുടെ ബാലൻസ് തെറ്റി താഴോട്ട് നിൽക്കും. ജെസ്സി, മുകളിലോട്ട് കയറാൻ നോക്ക്. നിങ്ങൾ രണ്ടും ഭയങ്കര വെയിറ്റാ, എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഹോണ്ടർ വീണ്ടും ചിരിപ്പിക്കും. അങ്ങനെ അവർ താഴോട്ട് വികും. ഇവർ പോയി വികുന്നതാണെങ്കിൽ ആഷിന്റെ ബാക്കിൽ. അങ്ങനെ ആശ അവരെ കാണും. അങ്ങോട്ടാണെങ്കിൽ ഹോണ്ടറും വരും. ഹോണ്ടറിനെയും ആശിനെ കിട്ടും. റോക്ക് ചോദിക്കും, മിസ്റ്റി എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും മിസ്റ്റി. ഇവിടെ വേറൊരു പാവ കൂടി ഉണ്ടാവും. അതാണെങ്കിൽ സബ്രീനയുടെ അമ്മയാണ്. എന്റെ പാവകളെ കാണാൻ എന്ത് ഭംഗിയാണ്. റോക്ക് പറയും, സബ്രീന ഞങ്ങളെ തിരിച്ച് മെൻഷനാക്ക്. മിസ്റ്റി പറയും, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നമുക്ക് രണ്ടാക്കും പോക്കിമോൻ മാച്ച് കളിക്കാം. അതിൽ ഞാൻ ജയിച്ചാൽ ഞങ്ങളെ പഴയതുപോലെ ആക്കണം. ഇവരുടെ കയ്യിലുള്ള ഡോള് പറയും, നിങ്ങളെ ഞാൻ പഴയതുപോലെ ആക്കൂല. നിങ്ങളെന്നും എൻ്റെ ഡോളുകളാണ്. നിങ്ങളെന്നും എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. പാവകളായ എൻ്റെ ഫ്രണ്ട്സ്. ഓളായിരിക്കും അങ്ങോട്ട് ആശു വരിക. എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ ഇവരെ നിനക്ക് പഴയതുപോലെ ആക്കാൻ കഴിയുകയുള്ളൂ. സത്യം, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ബ്രോക്കും മിസ്റ്റിയും എൻ്റെ ഫ്രണ്ട്സാണ്. അവരെനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഇനി ഞാൻ തോൽക്കുകയാണെങ്കിൽ എന്നെയും എൻ്റെ പോക്കിമോൻസിനൊക്കെ നീ ഡോളാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ പോക്കിമോൻസും ഡോളാവാൻ വേണ്ടി തയ്യാറായിക്കോ. ബ്രെയിനിയുടെ പോക്കിമോനെ കഡാബ്ര എന്ന് പറഞ്ഞ് കഡാബ്രനെ ഇറക്കും. ണെങ്കിൽ വീണ്ടും ഹോണ്ടറിനെ ഇറക്കും. ഹോണ്ടറിനെ വീണ്ടും കാണാനുണ്ടാവില്ല. ഹോണ്ടർ ഇല്ലാത്തതുകൊണ്ട് പീക്കാച്ചു ബാറ്റിൽ ഇറങ്ങും. പക്ഷെ പീക്കാച്ചു, ഇനി ഒരു ചാൻസ് എടുക്കണ്ട. നീ തോൽക്കുമെന്ന് ഉറപ്പാണ്. കഡാബറിനോട് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പീക്കാച്ചു അറ്റാക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതുപോലെ പീക്കാച്ചു തിരിച്ചും കൊടുക്കുന്നുണ്ട്. പീക്കാച്ചു തണ്ടർ ബോൾട്ട് അറ്റാക്ക് കഡാബർക്ക് നന്നായി ഏക്കും. പക്ഷെ സിമ്പിളായി തന്നെ കഡാബർ റിക്കവറി ആവും. നിനക്ക് വിജയിക്കാൻ കഴിയില്ല പറഞ്ഞു കൊടുക്കുമ്പോൾ ഹോണ്ടർ വീണ്ടും വരും. അതുപോലെ അങ്ങോട്ട് ആശിനെ രക്ഷിച്ച് അയാളും വരും. ഹോണ്ടറാണെങ്കിൽ സെബ്രീനെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സെബ്രീന ചിരിക്കുന്നില്ല. ഹോണ്ടറാണെങ്കിൽ കുറെ കഷ്ടപ്പെടും ചിരിപ്പിക്കാൻ വേണ്ടി. അവസാനം സെബ്രീന ചിരിക്കും. അവൾ ചിരിച്ചു.
കുട്ടിയായ സമയത്തിന് സെബ്രീന സൈക്കിക് പവർ പഠിക്കാൻ തുടങ്ങിയ ശേഷം അവളിങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സന്തോഷമായി. അപ്പോൾ സെബ്രീന കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സെബ്രീനെ, അതിൻ്റെ അർത്ഥം ഉറപ്പായി നിങ്ങൾ അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും. ഹോണ്ടർ അങ്ങനെ സെബ്രീനെ സഹായിച്ചു അവളുടെ ഉള്ളിലെ മനുഷ്യനെ കണ്ടെത്താൻ. എന്ത് ഹോണ്ടർ വന്നത് സെബ്രീനെ സഹായിക്കാനല്ല, സെബ്രീൻ്റെ സൈക്കിക് പോക്കിമോനെ തോൽപ്പിക്കാനാണ്. ഇടയിൽ കടാബറിയും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡോളായ പെൺകുട്ടി മാഞ്ഞു പോകും. റോക്കും മിസ്റ്റിയും പഴയതുപോലെയാകും. ഡാബർക്കിനി ബാറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ നിന്റെ പീക്കാച്ചു ജയിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നവും തീരും. ആശും കൂട്ടുകാരും അവിടുന്ന് യാത്ര തുടങ്ങും. ഹോണ്ടർ സബ്രീൻ്റെ അടുത്ത് നിൽക്കുകയായിരിക്കും. പക്ഷെ അതുപോലെ മാഷ് ബാഡ്ജും കിട്ടിയിട്ടുണ്ടാവും. റോക്ക് പറയും ഈ ബാഡ്ജ് നിനക്ക് പോക്കിമോൻ ലേക്കിലെ ചവിട്ടുപടിയാണ്. ഫ്ലാഷ് പറയും അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ സബ്രീനെ തോൽപ്പിച്ചിട്ടില്ലല്ലോ, ഈ ബാഡ്ജ് എനിക്ക് കിട്ടണം ആയിരുന്നോ? ഉറപ്പായിട്ടും ബാഡ്ജ് എനിക്കില്ലതാണ്. പ്ലാൻ അടിപൊളിയായിരുന്നു, സബ്രീനെ ചെറുപ്പിച്ച് തോൽപ്പിക്കുക. മിസ്റ്റിയും പറയും ഹോണ്ടറാണ് ആശിനെ ചെറുതായും സഹായിച്ചു, അതുകൊണ്ട് തന്നെ മാർഷ് ബാഡ്ജ് കിട്ടി ആശിന്. ഇനി അടുത്ത ജിം ലീഡർ എവിടെ, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അങ്ങനെയൊക്കെ പറഞ്ഞാണ് എപ്പിസോഡ് 24 അവസാനിക്കുന്നത്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് ഒന്ന് വരെ ചോദിച്ചാൽ ശ്രമിക്കുക ഓർഡർ തന്നെ ഇടാം. ഈ പ്രോബ്ലം ഇപ്പോഴും നന്നായി സോൾവ് ആയിട്ടില്ല, ഏതായാലും നമുക്ക് ഓർഡർ തന്നെ കാണാം.